നമുക്ക് പറയാനുള്ളത് കൊയിലാമ്പാറ മുതൽ ഒരു വണ്ടി മീനാക്ഷിപ്പുറം കഴുതക്കുഴി റോഡിലെ മരണക്കെണി. നികുതിദായകരോട് ഈ അനീതി എന്തിന്? റോഡ് നികുതി കൃത്യമായി അടയ്ക്കുന്ന സാധാരണക്കാരുടെ ജീവന് ഇവിടെ യാതൊരു വിലയുമില്ലേ? മീനാക്ഷിപ്പുറം മുതൽ കഴുതക്കുഴി വരെയുള്ള റോഡ് മാസങ്ങളായല്ല, വർഷങ്ങളായി വമ്പൻ കുഴികൾ നിറഞ്ഞ് മരണക്കെണിയായി മാറിയിരിക്കുകയാണ്. ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളുടെ നിലപാടിൽ പ്രദേശവാസികളും യാത്രക്കാരും കടുത്ത അമർഷത്തിലാണ്. പ്രധാന പ്രശ്നങ്ങൾ: ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽ. റോഡിലെ വലിയ കുഴികൾ കാരണം ദിനംപ്രതി നിരവധി ബൈക്ക് യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ കുഴികൾ തിരിച്ചറിയാൻ സാധിക്കാത്തത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. വലിയ വാഹനങ്ങളുടെ വഴിതിരിച്ചുവിടൽ. കുഴികൾ വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ നാലുചക്ര വാഹനങ്ങളും മറ്റു വലുപ്പമേറിയ വാഹനങ്ങളും നിയന്ത്രണം വിട്ട അപകടത്തിൽപ്പെടുന്നു. വർഷങ്ങളായുള്ള അവഗണന. കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാരും ജനപ്രതിനിധികളും ഭരണം നടത്തിയിട്ടും കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഈ പാത തികച്ചും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ആരാണ് ഉത്തരവാദികൾ? പൊതുമരാമത്ത് വകുപ്പ്, PWD, കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത്, എരുത്തേമ്പതി പഞ്ചായത്ത്, സംസ്ഥാന സർക്കാർ എന്നിവർക്കൊന്നും ഈ റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യാതൊരു ബാധ്യതയുമില്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സുരക്ഷിതമായ സഞ്ചാരപാത ഉറപ്പാക്കേണ്ടവർ കണ്ണടച്ചിരിക്കുമ്പോൾ ജനങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? നിയമം പറയുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം പ്രകാരം സുരക്ഷിതമായ റോഡുകളും യാത്രാ സൗകര്യവും ഉറപ്പാക്കാൻ സർക്കാരിന് നിയമപരമായ ബാധ്യതയുണ്ട്. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 198A റോഡിന്റെ ഡിസൈനിലോ നിർമ്മാണത്തിലോ പരിപാലനത്തിലോ ഉണ്ടാകുന്ന വീഴ്ച മൂലം അപകടങ്ങളോ മരണങ്ങളോ സംഭവിച്ചാൽ അതിന് ഉത്തരവാദികളായ അതോറിറ്റികൾക്കോ കരാറുകാർക്കോ എതിരെ കേസെടുക്കാനും പിഴ ചുമത്താനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം നികുതിയും ടോളും നൽകി റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷിതമായ പാത നൽകിയില്ലെങ്കിൽ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള സേവനത്തിലെ വീഴ്ച ഡെഫിഷ്യൻസി ഓഫ് സർവീസായി കണക്കാക്കാം. അടിയന്തരമായി മീനാക്ഷിപ്പുറം കഴുതക്കുഴി റോഡ് റീടാറിംഗ് നടത്തി സുരക്ഷിതമാക്കാൻ PWD വകുപ്പും തദ്ദേശ ഭരണകൂടവും തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം.